വയനാട്ടിൽ എനിക്ക് 2 കോട്ടേജ് ഉണ്ട്, എനിക്കൊരു സാൻഡൽവുഡ് തോട്ടമുണ്ട്, എനിക്കൊരു ഫാം ടൂറിസം ഉണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 6 വർഷം കൊണ്ട് ഹോം ബേക്കർ ആയിട്ട് പാഷനായിരുന്നു. എന്നിട്ട് ഈ 6 വർഷം കൊണ്ട് ലൈഫിൽ എന്ത് നേടി? കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പൊ ഈ 3 കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീഡിയോ കാണുന്നു, അങ്ങനെ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മാത്രമല്ല സാർ, എൻ്റെ മക്കള് 2 പേരാണ്. അപ്പൊ എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ മോൻ മൂത്താള്, അപ്പൊ അവന്റെ സ്കൂളിൽ അവൻ പറയും ഞാനാണ് ഹീറോ, കാരണം 2 കോട്ടേജിന്റെ മുതലാളിയാണെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്. അമ്മേ ഞാൻ അവിടുത്തെ ഹീറോ എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഭയങ്കര അഭിമാനമാണ്. കാരണം എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാന്നില്ല. കാരണം എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സെക്യൂർ ആയി എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ലൈഫിലും അടുത്ത തലമുറയ്ക്കും കൂടെ ഒരു ലോങ് ടൈമിലേക്ക് എനിക്കിത് അതിന്റെ റിട്ടേൺ കിട്ടുക. ഇപ്പോ ഒരു ജീവിതത്തിൽ പ്രതീക്ഷ വന്നില്ലേ? എല്ലാ 5-ാം തീയതി ഇനി ലിറ്റി കാത്തിരിക്കും അല്ലെ? ആ വരവും കാത്ത് ആ ഒരു സൗണ്ട് ഒന്ന് കേൾക്കാൻ. ഏത് മൊബൈൽ ഫോണിൽ വരുന്ന അല്ലെ, യുവർ അക്കൗണ്ട് ഹാസ് ബിൻ ക്രെഡിറ്റഡ് സോ ആൻഡ് സോ അല്ലെ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർ ചോദിക്കുമായിരുന്നു, മോനെ നിനക്ക് പഠിച്ചിട്ട് ജീവിതത്തിൽ ആരാവണമെന്ന്. അപ്പം അന്ന് ടീച്ചേഴ്സിൻ്റെ ഓപ്ഷൻ തരുമായിരുന്നു, ഡോക്ടർ, എൻജിനീയർ, പോലീസ് അല്ലേ, അങ്ങനെ പല ഓപ്ഷൻസാണ് കിട്ടിയിരുന്നത്. അപ്പം അന്നും എനിക്ക് തോന്നുന്നു എന്തോരം ഓപ്ഷൻ ഞാൻ കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇന്ന് എൻ്റെ മക്കളെ ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ ഇതൊന്നും അതിലില്ല. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്, മക്കളെ നിങ്ങൾ പഠിച്ച് ഒരു ഇൻവെസ്റ്റർ ആവണമെന്നാണ്. എന്തിനാണ് ഒരു ഇൻവെസ്റ്റർ ആവണമെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്തിലെ മുഴുവൻ സമ്പത്തിൻ്റെയും 89% ഇന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. പിന്നെ ബാക്കിയുള്ള 11% 10% ഉള്ളത് ബിസിനസ്സുകാരുടെ കയ്യിലും 1% ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയീസിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ അറിവുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റർ ആവാന്നുള്ളത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ധാരാളം പണം വേണം. അങ്ങനെ ധാരാളം പണം നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്തേ മതിയാവും. അപ്പോൾ വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ, ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ്. അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കി ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ കരിയർ തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരാളുടെ കീഴിൽ ഒരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്ത് ആ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡിസിപ്ലിൻ, അതോടൊപ്പം പങ്ക്ച്വാലിറ്റി, ഇതെല്ലാം നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സുകാരനാവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് വേണം ഒരു ഇൻവെസ്റ്റർ ആവാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പലരെയും പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇന്ന് എൻ്റെ മുന്നിലുള്ളത് തിരുവല്ല സ്വദേശി. ഇവരെ ഫാമിലിക്ക് ഉപജീവന മാർഗമായിട്ട് 4 ടിപ്പറും അതോടൊപ്പം തന്നെ ഒരു JCB ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരൊരു ബേക്കറായിരുന്നു. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഒരു വലിയ ഇൻവെസ്റ്ററായിട്ട് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിൻ്റെ 2 റിസോർട്ടുകളുടെ ഓണർ കൂടിയായിട്ടുള്ള ലിറ്റി അഭിലാഷാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം ലിറ്റി. നമസ്കാരം സർ. ലിറ്റി ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. യെസ്, എൻ്റെ പേര് ലിറ്റി അഭിലാഷ്, സ്ഥലം തിരുവല്ലയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും ഒക്കെ ഒരു ബിസിനസ് ചെയ്തിരുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ടിപ്പർ, JCB ഇതൊക്കെയായിരുന്നു ഹസ്ബൻഡിൻ്റെ ബിസിനസ്. ഞാനൊരു ഹോം ബേക്കറായിരുന്നു. ഇതൊക്കെ ഒരു ബിസിനസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കുറേ വർഷങ്ങൾ, ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-12 വർഷത്തോളം എൻ്റെ ഹസ്ബൻഡ് ആ ബിസിനസ് ചെയ്തു. ഞാനൊരു 6 വർഷത്തോളം എൻ്റെ ബിസിനസ്സും ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാം, ഓരോ ബിസിനസ്സിനും കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ല. ഈ ടിപ്പറും JCB എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ മാത്രമല്ലല്ലോ, എടുക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും സാർ, റിസ്ക് ഭയങ്കരമായിരുന്നു. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സമാധാനമില്ലാത്ത ഒരു ജോലി എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഫാമിലി തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമുക്ക് ഫാമിലിയിൽ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ടിപ്പർ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൊക്കെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടായി. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. കാരണം പൊതുവെ അങ്ങനെയാണല്ലോ. എത്ര വർഷത്തോളം അത് ജോലി ചെയ്തിട്ടുണ്ട് സാർ? ഒരു 12 വർഷത്തോളം ജോലി ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ പറ്റിയോ? നേടാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. വീടൊക്കെ വെച്ചു, പക്ഷെ അതിലൊക്കെ കുറച്ച് നമുക്ക് ബാധ്യതകളും കാര്യങ്ങളൊക്കെ. 12 വർഷം കൊണ്ട് ബാധ്യതയുള്ളൊരു വീടുണ്ടാക്കി അല്ലെ? അതോടൊപ്പം ലിറ്റി ഒരു ഹോം ബേക്കറാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു? 6.5 വർഷത്തോളം
6 വർഷത്തോളം അല്ലേ? അതിന് ഈ 6 വർഷം കൊണ്ട് ഹോം ബേക്കർ ആയിട്ട് പാഷനായിരുന്നു. എന്നിട്ട് ഈ 6 വർഷം കൊണ്ട് ലൈഫിൽ എന്ത് നേടി? നേടിയെന്ന് പറഞ്ഞ സാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. കാരണം അല്ല, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്തു വരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ശരിയാണ്, എൻ്റെ ഒരു പാഷനാണ്. അപ്പൊ പാഷനെ ഞാൻ പ്രൊഫഷൻ ആക്കിയില്ല. അപ്പൊ പാഷനെ പ്രൊഫഷൻ ആക്കുമ്പോഴാണ് ശരിക്കും കൂടുതൽ എനിക്ക് അതിനകത്തുനിന്ന് ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പം അത് പാഷൻ ആക്കി തന്നെ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോയപ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ശരിക്കും ഞാനും അത് വേണ്ടാന്ന് വെച്ചു. വെക്കാനുള്ള കാരണം അത് മാത്രമല്ല, നമുക്കൊരു പുതിയ അവസരം കൂടെ കിട്ടിയാലല്ലേ നമുക്കത് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ സാർ. അതായത് വേറൊരു അവസരം കിട്ടാനത് കാരണം ഹസ്ബൻഡ് ടിപ്പറും JCB ആയിട്ട് മുന്നോട്ട് പോകുന്നു, ലിറ്റി ഹോം ബേക്കറായിട്ട് മുന്നോട്ട് പോകുന്നു. തിരക്ക് പിടിച്ച ജീവിതം അല്ലേ? എങ്ങനെയാണ് ഇതിൽ ഈ നമ്മൾ ജസ്പേഡിനെ കുറിച്ച് അറിയാൻ എങ്ങനെയാണ് അറിഞ്ഞത്? എന്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും ബേക്കിംഗ് ഫീൽഡിൽ നിന്നവരാണ്. ആളുടെ പേര് ലിൻറ്റു എന്നാണ്. അപ്പൊ ലിൻറ്റു ആണ് എന്നെ ഈ ജസ്പേഡ് എന്ന് പറഞ്ഞ കമ്പനി എന്നെ പരിചയപ്പെടുത്തി തരുന്നത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒക്കെ നിർത്തി എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇത് ഞങ്ങളിലേക്ക് വരുന്നത്. അപ്പോ ലിറ്റിയെ മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കാരണം? തീർച്ചയായിട്ടും സാർ. കാരണം നമ്മളെപ്പോഴും, ഞാൻ കുറച്ചു മുമ്പ് സാറിനോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിന് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഒരു കോമ്പറ്റീഷനകത്ത് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസ് നമുക്ക് ലൈഫിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ വന്ന് ജസ്പേഡിൽ മനസ്സിലാക്കിയത് ഇന്നോവേഷൻ, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ചെയ്യുമ്പോൾ, ആരും ചെയ്യാത്ത നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. കൈസ പറയുന്നത് കേട്ടു എന്റെ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന 3 M കുറിച്ചാണ്. അത് ഒരുപാട് ഇൻസ്പയർ ചെയ്തെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടാവും? തീർച്ചയായിട്ടും സാർ. ഹൗ ടു മേക്ക് മോർ മണി, ഹൗ ടു മാനേജ് മണി, ഹൗ ടു മൾട്ടിപ്ലൈ മണി. കാരണം പൈസ കൂടുതൽ ഉണ്ടാക്കാൻ, മോർ മണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കിയ പൈസയെ മാനേജ് ചെയ്യാനും നമ്മൾ പഠിക്കണം, അത് ഇരട്ടിപ്പിക്കാനും പഠിക്കണം. അതായത് ലിറ്റിയുടെ ലൈഫിൽ ഇത്ര നാൾ ജീവിച്ചിട്ടും ഈ 3 കാര്യങ്ങൾ അറിയില്ലായിരുന്നു അല്ലെ? ഹൗ ടു മേക്ക് മോർ മണി, എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. കുറച്ചുണ്ടാക്കാൻ അറിയാം. 2, ആ വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? 3-മത്തതാണ് ഹൗ ടു മൾട്ടിപ്ലൈ, ഇതിനെ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഇപ്പോ വീഡിയോ കാണുന്നു, അങ്ങനെ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് പറയാൻ ചന്ദനത്തോപ്പുകൾ വയനാട്ടിലെ ആ 2 റിസോർട്ടിന്റെ ഒരു മുതലാളി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അഭിമാനത്തോടെ പറയാം സാർ. അഭിമാനത്തോടെ പറയാം അല്ലെ? സാധാരണ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഒന്നിലേക്ക് എടുത്ത് ചാടാൻ പാടില്ല. അപ്പൊ ഞങ്ങള് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് അല്ലെ? അത് ലിറ്റിയോടും പറഞ്ഞു. അങ്ങനെ ലിറ്റി എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്? ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം ഒരുപാട് സ്കാമുകൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ വരാൻ, അതിലൊക്കെ ആൾക്കാരുടെ പൈസ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കുന്നില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. സാർ ഈ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്, നമുക്ക് ഇൻവെസ്റ്റിഗേഷനുള്ള ഒരു ടൈം തരുന്നുണ്ട്. അത് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നാളെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഒരിക്കലും നമുക്ക് ആരും പരാതി പറയേണ്ട ആവശ്യമില്ല. അല്ല, അതിന്റെ ഇടയിൽ അഭിലാഷ് പറയുന്നത് കേട്ടു, ഈ ടിപ്പർ ആ ബിസിനസ് ഉള്ളപ്പോൾ തന്നെ ഏതോ ഫ്രണ്ട് വന്ന് പറയുന്നു എന്തോ ക്രിപ്റ്റോ കറൻസിയിൽ എത്രയോ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതെന്താണ് സംഭവം? അതെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് സാറിൻ്റെ ഇടയ്ക്ക്. അത് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോൺസി സ്കീം എന്ന് പറയും. കാരണം പെട്ടെന്ന് തന്നെ നമ്മളൊരു വരുമാനം കിട്ടാനായിട്ട് നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം സാർ ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ ഞാൻ കുറേ കടമ്പകൾ ഇതിനായിട്ട് സാർ പറഞ്ഞ് ഇത് സാറിൻ്റെ വീഡിയോസ് കണ്ടു ഇതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുറേ കടമ്പകളുണ്ട്. ഇപ്പം നമുക്ക് പറയാം, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്. ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണോ എന്ന് ഞാൻ ആദ്യം എന്നെ തന്നെ ഞാൻ വിലയിരുത്തണമല്ലോ. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന മുതലുകൾ എല്ലാം ഞാൻ വിറ്റുപറക്കി ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കാര്യമൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു 5 മാസത്തേക്കെങ്കിലും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ല നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ വിജയിച്ചു. ഒന്നാമത്തെ എൻ്റെ ആ ഒരു ടെസ്റ്റാണ്, ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്, ഞാൻ വിജയിച്ചു. അപ്പൊ ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, ലിറ്റിയോട് പറഞ്ഞു, ലിറ്റി ഈ 9 കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ മാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ഒന്ന് ക്വാളിഫിക്കേഷൻ. അതെ, ലിറ്റിക്ക് ഇതില് ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ? അപ്പൊ അന്ന് പറഞ്ഞത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5 മാസമെങ്കിലും നമ്മുടെ ഫാമിലി സുരക്ഷിതമായിരിക്കാൻ വേണം.
അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മാസങ്ങളിൽ കഴിഞ്ഞു പോകാനുള്ള ഒരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ലിറ്റി തരണം ചെയ്തിട്ടാണ് ഒന്നാമത്തെ കടമ്പ കടന്നു അല്ലെ? യെസ് സാർ. ലിറ്റി ഓർമ്മയുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും സാർ. രണ്ടാമത്തെ ടൈം ടെസ്റ്റ്. അതായത് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട നാളെ വരുമാനം കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ഒന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തായാലും അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതൊരു സ്കാം തന്നെയായിരിക്കും. എപ്പോഴും ഒരു 10 monthsന് മുമ്പ് അല്ലെങ്കിൽ 10 months കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവും. കാരണം അതിനെപ്പറ്റി നമ്മളൊന്ന് പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി, അതാണ് മുമ്പ് പറഞ്ഞ പോൺസി സ്കീം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം മുമ്പിൽ നമുക്ക് വരുമാനമാണ്, പക്ഷേ ഇതൊരു 3-4 മാസം അല്ലെങ്കിൽ കൂടി വന്ന 6 മാസം അതിനുശേഷം ഇല്ല, അങ്ങനെ സംഭവമേ ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആ റിട്ടേൺ കിട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കിട്ടാൻ എപ്പോഴും മനുഷ്യൻ അങ്ങനല്ലേ, കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിനകത്തോട്ട് പൈസ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ അത് കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന്, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ പേഷ്യൻസ് ഉള്ളവരായിട്ട് മാറണം. ക്ഷമയോട് കൂടി ചെയ്യുന്നത് മാത്രമേ നമുക്ക് നിലനിൽക്കത്തുള്ളൂ. യെസ്. അപ്പോൾ അതായത് ലിറ്റി ആ ടെസ്റ്റ് നടത്തി, ടൈം ടെസ്റ്റ് പെട്ടെന്ന് അന്ന് ഞാൻ പറയാണ് ലിറ്റി ഇൻവെസ്റ്റ് ചെയ്തോളൂ, 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിട്ടേൺ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റിലും ലിറ്റി പാസ്സായിട്ട് ആണ് ഇവിടെ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് കഴിയുമ്പോൾ മൂന്നാമത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്. മൂന്നാമത്തെയാണ് എക്കണോമിക് ഇമ്പാക്ട് ടെസ്റ്റ്. അതായത് ഞാനിത് ഫ്യൂച്ചറിൽ ഞാനിത് വിറ്റാലും എനിക്ക് നല്ലൊരു റിട്ടേൺ അതിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു വരുമാനം കിട്ടുന്നതാണോ? തീർച്ചയായിട്ടും അതല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഫ്യൂച്ചറിൽ എനിക്ക് ഒരു സമയത്ത് നമുക്കത് വേണ്ട എന്ന് വെച്ചാൽ, അതായത് ഇത്രേ ഉള്ളൂ, നമുക്കൊരു 10 വർഷം മുമ്പ് ഒരു ചായയുടെ വിലയും ഇപ്പോഴത്തെ ചായയുടെ വിലയും, അതായത് നമ്മള് ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന് റെന്റ് നമ്മൾ നിശ്ചയിച്ചത് 20,000 രൂപയാണ്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് അല്ല അല്ലെ, ഇത് 25 ആകും, അടുത്ത വർഷം 30,000, 35,000 അങ്ങനെ നമ്മൾ കയറിപ്പോണ്. അത്തരത്തിൽ ഒരു എക്കണോമിക് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊജക്റ്റിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്ന് കൂടി നോക്കി തീർച്ചയായിട്ടും മുന്നോട്ട് പോകും തോറും ഇപ്പൊ സ്റ്റാർട്ടിങ് 20,000 rupees ആണെങ്കിൽ നമ്മളൊരു 1 year കഴിയുമ്പോൾ അതിന്റെ എമൗണ്ട് കൂടും. ആ കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടുന്ന റിട്ടേണും അത്ര കൂടുതലായിരിക്കും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോന്ന് നോക്കണം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, ഇതാ നിങ്ങളുടെ റിസോർട്ട് ഇപ്പൊ ഈ മാസം 20,000 ആണ്, അടുത്ത വർഷം 25,000 ആണ്, പിന്നത്തെ വർഷം അങ്ങനെ പറയുമ്പോൾ അതും വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താണ് അതിന് സാധ്യത? അപ്പൊ നമ്മളോട് പറഞ്ഞു അവിടെ ഓൾറെഡി ചന്ദന മരങ്ങൾക്ക് ഇടയിലാണ് റിസോർട്ട് വരുന്നത്. മരങ്ങൾ ഇപ്പൊ നടുന്നേ ഉള്ളൂ. ഇത് 2-3 വർഷം കഴിയുമ്പോൾ മരങ്ങളൊക്കെ വലുതായി ഒരു ഫോറസ്റ്റിന്റെ അല്ലെ അകത്ത് വരുന്ന റിസോർട്ടായിട്ട് മാറുമ്പോൾ ഇതിന്റെ ലെവല് മാറി. തന്നെയല്ല സാർ, അവിടെ കോമൺ അമ്യൂണിറ്റീസ് ഏകദേശം 40 കോടി അടുത്ത് വരുന്നതാണ് നമ്മുടെ കോമൺ അമ്യൂണിറ്റീസ്. അവിടെ വരുന്നവർക്ക് എൻജോയ് ചെയ്യാനുള്ള, ഒരിക്കലും വയനാട്ടിൽ വന്നിട്ട് അവർ 2-3 ദിവസം താമസിച്ചാൽ പോലും അവർക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം നമ്മുടെ പ്രോജക്റ്റിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഫാമിങ് അടുത്ത നമ്മുടെ പ്രോജക്റ്റ് ആണ്, നെക്സ്റ്റ് പ്രോജക്റ്റ് ഫാമിങ്ങിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 2 ദിവസം നടന്ന് കണ്ടാൽ തീരാത്ത അത്ര ഒരു വലിയൊരു ഫാം ടൂറിസം ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതിനകത്തും കുറെ കോട്ടേജസും സാൻഡൽവുഡും അതുപോലെ നമ്മുടെ നഴ്സറിയും സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ഇതെല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്നവർക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രോജക്റ്റ്. അത് മാത്രമല്ല ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തന്നെയല്ല ഏറ്റവും ഹൈലൈറ്റ്, ആദ്യമായിട്ടാണ് സാൻഡൽ ഓയിൽ കൊണ്ടുള്ള ഒരു അരോമ തെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ വരുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് കൂടിയാണ്. കാരണം ഇന്ന് ദുബായിലും ഓസ്ട്രേലിയയിലും മാത്രം നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് സാൻഡൽ ഓയിൽ കൊണ്ടുള്ള അരോമ തെറാപ്പി ട്രീറ്റ്മെന്റ്, അതുപോലെ പൗഡർ ഫേഷ്യലിങ്. ഇതൊക്കെ എപ്പോഴും ഒരു ഇൻവെസ്റ്ററെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ സാർ? അതെ അതെ. ഇപ്പോൾ പല രാജ്യങ്ങളിലും ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വളരെയധികം അല്ലെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവിടെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന വയനാട് ഇനി ലോകം മൊത്തം അറിയപ്പെടാൻ പോകുന്ന രീതിയിൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറാൻ പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് ലിറ്റിക്കുള്ളതിന്റെ പേരിലല്ലേ ഈ ഒരു എക്കണോമിക് ഇമ്പാക്ട് ടെസ്റ്റ്? തീർച്ചയായിട്ടും സാർ. കാരണം അത് മാത്രമല്ല ഹൈലൈറ്റ്, സത്യം പറഞ്ഞാൽ നമ്മുടെ കോട്ടേജിനെ പറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എല്ലാ കോട്ടേജിലും സ്വിമ്മിംഗ് പൂൾ എങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണിത്. കാരണം നമ്മളെപ്പോഴും ഞങ്ങൾ ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അല്ലാത്ത സമയത്ത് ഒരു കോമൺ സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇറങ്ങി കിടക്കുന്ന ഒരു പൂളിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ദിവസം താമസിക്കുന്ന അത്രേ ദിവസം നമ്മുടെ പ്രൈവസി അതൊക്കെ സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അത് തന്നെയല്ല ഏറ്റവും കൂടുതൽ പ്യുവർ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന സാൻഡൽവുഡ് ചന്ദനത്തോട്ടങ്ങളുടെ നടുകിലാണ് നമ്മുടെ താമസം.
ഇതാണ് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഒരു പിന്നെ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം, അതല്ല ഏറ്റവും വലുത് അല്ലെ. നമ്മുടെ ശരീരം നോക്കുമ്പോൾ വിഷമില്ലാത്തത് കഴിക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇന്ന് ഈ എറണാകുളത്ത് തന്നെ ആന്റി ഏജിങ് ലബോറട്ടറികൾ ഒരുപാട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി ഏജിങ്, അതായത് ഇപ്പോഴത്തെ ന്യൂജനൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി പ്രായം കുറക്കാനായിട്ട്. അത് ഓൾറെഡി ഇപ്പൊ നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടി പോണത് എങ്ങനെ, ഇത് നാച്ചുറൽ ആയിട്ട് അല്ലെ, പ്രായത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കായകൽപ്പ ചികിത്സ പോലുള്ള പല ചികിത്സകളുമാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു എക്കണോമിക് ഇമ്പാക്ട് ടെസ്റ്റിലും ലിറ്റി പാസ്സായിട്ടുണ്ട്. ശരി, എന്തായിരുന്നു ലിറ്റി അടുത്തൊരു പോയിന്റ്? റീസെയിൽ വാല്യൂ ടെസ്റ്റ്. റീസെയിൽ വാല്യൂ എന്താണ് ലിറ്റിക്ക് തോന്നിയത്? റീസെയിൽ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വലിയൊരു ഹ്യൂജ് ഇൻകം കിട്ടുമെന്ന പ്രതീക്ഷ? തീർച്ചയായിട്ടും സാർ, റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെയിൽ വാല്യൂ ഞാൻ ഏറ്റവും കൂടുതലുള്ളത് വണ്ടിയൊക്കെ നമ്മൾ വിൽക്കുന്ന സമയത്താണ് റീസെയിൽ വാല്യൂ ഉള്ള വാഹനമാണോ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ വാഹനം എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഗോൾഡും ഡയമണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലും ഇവിടെ റീസെയിൽ വാല്യൂ ഉള്ളത് എന്തിനാണ്? ഗോൾഡിനാണ്. കാരണം നാളെ നമുക്ക് കൊടുത്താൽ എപ്പോഴും വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോജക്റ്റിലും അത് തന്നെയാണ്. നമുക്ക് റീസെയിൽ വാല്യൂവിന്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ട്സിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം സാർ അറിയാം, ഞാൻ എത്ര ലക്ഷം രൂപയ്ക്കാണ് കോട്ടേജ് വാങ്ങിച്ചത്, ഇന്ന് അതിന്റെ പ്രൈസ് എത്രയാണ്, ഇന്ന് ഞാനത് വിൽക്കാൻ തയ്യാറായി എനിക്ക് കിട്ടുന്ന റിട്ടേൺ അത് ഡബിളിന് മേലെയാണ്. അപ്പം കാലങ്ങൾ മുന്നോട്ട് പോകും തോറും നമുക്ക് നല്ല ഒരു റിട്ടേൺ ഏത് തരത്തിൽ നോക്കിയാലും കിട്ടുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ കേരളം ടോട്ടല് വിസ്തീർണം വരുന്നത് 96 ലക്ഷം ഏക്കറാണ്. ഇനി കേരളത്തിൽ ആകെ വിൽക്കാനായിട്ടുള്ളത് ആകെ ഉള്ളതിന് 10 ലക്ഷം ഏക്കറേ ഉള്ളൂ. ഇത് 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ ഭൂമി ഇപ്പോൾ നമ്മൾ ഏക്കറിനും സെന്റിനും വാങ്ങേണ്ടത് സ്ക്വയർ ഫീറ്റിലേക്ക് മാറും. അപ്പം തന്നെ നല്ല വർധന വന്നു കഴിഞ്ഞു. കാരണം ഭൂമി വിൽക്കാനില്ലെന്നേ, വിൽക്കാൻ ഭൂമിയിൽ ഡിമാൻഡ് കൂടിയല്ലോ. മാത്രമല്ല വയനാട് വരാൻ പോകുന്ന തുരങ്കപാത, 6 വരിപ്പാത, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എയർപോർട്ടിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ വാങ്ങിയ ഭൂമി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടിക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അല്ലെ. അപ്പൊ അതും ഓൾറെഡി ലിറ്റി ചാടിക്കടന്നു അല്ലെ. ശരി, എന്നാൽ ലിറ്റി അടുത്തൊരു ടെസ്റ്റ് എന്തായിരുന്നു? ഇതാണ് പർപ്പസ് ക്ലാരിറ്റി ടെസ്റ്റ്. അതായത് പർപ്പസ് എന്തിനു വേണ്ടി അല്ലെ? കാരണം എന്തിനു വേണ്ടി നമ്മൾ മാത്രമല്ല, നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റണ്ടേ. കാരണം ഞാനിപ്പോൾ ഒരു കോട്ടേജ് വാങ്ങിച്ചു, എനിക്കിന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും വയനാട്ടിൽ എനിക്ക് 2 കോട്ടേജ് ഉണ്ട്, എനിക്കൊരു സാൻഡൽവുഡ് തോട്ടമുണ്ട്, എനിക്കൊരു ഫാം ടൂറിസം ഉണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ തന്നെ അഭിമാനമാണല്ലോ ശരിക്കും. വയനാട്ടിൽ തോട്ടമുണ്ട്, എനിക്ക് റിസോർട്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു തീർച്ചയായിട്ടും. അപ്പം വേറെ എന്തിൽ ഇൻവെസ്റ്റ് ആണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ? ഇല്ല. എന്തെല്ലാം ഉദാഹരണങ്ങൾ എടുക്കാം. കാരണം വേറെ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് മറ്റേ ഇന്ന ബാങ്കിൽ 10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അഭിമാനമാണോ അല്ലേ? ഞാൻ ഷെയർ ട്രേഡിംഗിൽ ഇത്ര ലക്ഷം രൂപ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ ഒരു അതിനേക്കാൾ ഉപരി കിട്ടുന്ന ഒന്നല്ലേ? ഞാൻ മാത്രമല്ല സാർ, എന്റെ മക്കള് 2 പേരാണ്. അപ്പൊ സത്യം പറഞ്ഞ എന്റെ മോൻ മൂത്താള്, അപ്പൊ അവന്റെ സ്കൂളിൽ അവൻ പറയും ഞാനാണ് ഹീറോ. കാരണം 2 കോട്ടേജിന്റെ മുതലാളിയാണെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്, അമ്മേ ഞാൻ അവിടുത്തെ ഹീറോ എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഭയങ്കര അഭിമാനമാണ്. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പേരൻസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത തലമുറയും ഇപ്പൊ എന്റെ പേരൻസ് അല്ലെ എന്റെ ഹസ്ബൻഡിന്റെ പേരൻസ് അവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാട്ടി വലിയൊരു കരുതൽ എന്റെ മക്കൾക്കും എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചാൽ, കാരണം അവർക്ക് അന്ന് ഇത്രയും ചെയ്യാൻ പറ്റാഞ്ഞത് അന്നൊരു അവസരം ഇല്ലാഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ആ അവസരത്തെ നന്നായിട്ട് ഉപയോഗിച്ചു. അതായത് നാളെ മക്കള് പറയും എൻ്റെ അച്ഛനും അമ്മയും എത്ര നല്ലവരായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻകം ജനറേറ്റ് അസറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയത് എന്ന് നാളെ മക്കള് ചിന്തിക്കാവുന്ന രീതിയിൽ എന്നും നിങ്ങളെ നന്ദിയോടുകൂടി സ്മരിക്കാവുന്ന രീതിയിലുള്ള അസറ്റാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. അതിനേക്കുള്ള ഉപരി ലിറ്റി ഇപ്പൊ നമുക്ക് ഇപ്പൊ ലിറ്റിക്ക് അറിയാം, ലിറ്റി 25 വയസ്സിൽ നോക്കി കൊടുത്ത ലിറ്റിയുടെ പാരൻസ് ആണ്. 25 to 60 ആണ് ഇപ്പൊ ലിറ്റിയും അഭിലാഷും കൂടെ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു. പക്ഷേ ഒരു ആഫ്റ്റർ 60 to 95 ഒരു 35 വർഷം കൊണ്ട് നമുക്ക് ജീവിക്കാനുണ്ട്, ആരോഗ്യമില്ലാത്ത സമയം. ആ സമയത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അല്ലെ. കാരണം എന്താ, നമുക്ക് ആരോഗ്യമുള്ളപ്പോ ജോലി എടുക്കാം, വരുമാനമുണ്ട്. ആരോഗ്യം ഇല്ലാത്തപ്പോഴോ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്താണ് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പർപ്പസ്, എത്ര പർപ്പസ് ആയിപ്പോ? 1 ലെഗസി മക്കൾ കൈമാറാം, 2 നമ്മൾക്ക് ആരോഗ്യമില്ലാത്ത റിട്ടയർമെന്റ് ലൈഫ്. ഇപ്പൊ ഈ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ മിക്കവർക്ക് അറിയില്ല എന്താണ് റിട്ടയർമെന്റ് ലൈഫ്. അതായത് ലിറ്റിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 40 ഏജിലേക്ക് എത്തുന്നു. ഇപ്പോൾ എന്താണോ നമ്മൾ ആസ്വദിക്കുന്നത് ഇത് തന്നെയാവണം 80ാമത്തെ വയസ്സിൽ. ഇതേ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യണം. ദാറ്റ് ഈസ് റിട്ടയർമെന്റ് ലൈഫ്. അല്ലാണ്ട് കഞ്ഞൂടി ജീവിക്കാന്നുള്ളതല്ല അല്ലെ, അല്ലെങ്കിൽ മക്കൾ മരുന്ന് പിടിച്ച് തരാന്നുള്ളതല്ല. ഇതേ ലൈഫ് സ്റ്റൈലില്
എല്ലാ എക്സ്പെൻസുകളും നമുക്ക് മീറ്റ് ആ സ്ഥലത്ത് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു സമയം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മറ്റു പർപ്പസ് റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ മിക്കവരും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇത് കഴിഞ്ഞാൽ മക്കൾ നോക്കിക്കോളുന്നതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിലല്ല, ഏത് സാഹചര്യത്തിലായാലും മക്കൾ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ മക്കളുടെ പ്രയോറിറ്റി അവരുടെ ഫാമിലിയാണ്. ആ സമയത്ത് ഞാൻ നിന്നെ 9 മാസം പ്രസവിച്ചതല്ലേ, ഇതിനൊന്നും ഒരു സ്ഥാനമില്ല. കാരണം എന്താ, അവർക്കും ഫാമിലിയായി, മക്കളായി, അവർക്കും പ്രാരാബ്ദങ്ങളായി. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കുള്ളത് നമ്മൾ ആദ്യം മാറ്റിയിട്ടേക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ലൊരു ഡിസിഷനാണ്. നിങ്ങൾക്കുള്ളത് ആദ്യമേ മാറ്റി വെച്ചു. കാരണം എന്താ, നിങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും നാളെ മക്കൾക്കുള്ളതും കൂടെ എന്ത് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇന്നും നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. മരണം വരെ ഒരാളുടെ കൈ നീട്ടാണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. യെസ്. അപ്പോ ഇതൊക്കെ ചാടിക്കിടക്കുമ്പോ ഇനിയുണ്ടല്ലോ ലിറ്റി, ഞാൻ മറന്നുപോയി, അതൊക്കെ ഓർമ്മയുണ്ടോ? അടുത്താണ് റെഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി ടെസ്റ്റ്. റെഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി. അതായത് അന്ന് ലിറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ റിസോർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞാൻ പോയി ക്ലീൻ ചെയ്യണോ, ഇത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ തന്നെ വരണോ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് വരണോ, ഞങ്ങൾ വയനാട്ടിൽ വന്ന് കിടക്കണോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ലിറ്റിപ്പ്. തീർച്ചയായിട്ടും. കാരണം നമ്മളിത് മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളുടെ കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ ചോദിക്കും, ഈ വയനാട്ടിലോ ഇത്രയും ദൂരത്തോ നിങ്ങൾ എങ്ങനെ ഇത് പോയി നോക്കി നടത്തും, അപ്പം അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്നിപ്പം നമ്മളൊരാളെ ജോലിക്ക് നിർത്തണമെങ്കിൽ തന്നെ ഏകദേശം അക്കോമഡേഷനും ആളുടെ ഇപ്പം ഫുഡും അക്കോമഡേഷനും ഒക്കെ ആയിട്ട് നമുക്കൊരു 30,000-35,000 ഒരു മാസം കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പം നമുക്ക് എന്താണ്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. അത് നോക്കി നടത്തി കറക്റ്റായിട്ടുള്ള റെന്റ് നമ്മുടെ അക്കൗണ്ടിൽ തന്നു തുടങ്ങി. ഏകദേശം February 5th ആയപ്പോഴത്തേനും എൻ്റെ ഫസ്റ്റ് റെന്റ് എനിക്ക് കിട്ടി തുടങ്ങി. അപ്പം ഞാനൊന്നും ഇനി ഇത് എത്ര നാള് കിട്ടും? റെന്റ് സ്റ്റാർട്ട് ചെയ്തു February 5 എത്ര നാള്? എന്റെ അടുത്ത തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാന്നില്ല. കാരണം എന്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സെക്യൂർ ആയെന്ന് തന്നെ പറയാം. കാരണം എന്റെ ലൈഫിലും അടുത്ത തലമുറയ്ക്കും കൂടെ ഒരു ലോങ് ടൈമിലേക്ക് എനിക്കിത് അതിന്റെ റിട്ടേൺ കിട്ടുകയാണ്. ഇപ്പോ ഒരു ജീവിതത്തിൽ പ്രതീക്ഷ വന്നില്ലേ? എല്ലാ 5-ാം തീയതി ഇനി ലിറ്റി കാത്തിരിക്കും അല്ലെ, ആ വരവും കാത്ത് ആ ഒരു സൗണ്ട് ഒന്ന് കേൾക്കാൻ. ഏത് മൊബൈൽ ഫോണിൽ വരുന്ന അല്ലെ, യുവർ അക്കൗണ്ട് ഹാസ് ബിൻ ക്രെഡിറ്റഡ് സോ ആൻഡ് സോ അല്ലെ, ഈ ഒരു എമൗണ്ട് ഇങ്ങനെ അടുത്ത മാസം പ്രതീക്ഷയാണ് ഇനി കൂടുതൽ. അതോ ഒരു തരത്തിൽ നിന്ന് റിസ്ക് എടുക്കണ്ട, നിങ്ങൾ അതിനു വേണ്ടി അല്ലെ ഒരു റിസ്ക് എടുക്കാണ്ടാണ് ഈ പണം വരുന്നതും. മറ്റൊന്ന്, ഈ ഇൻവെസ്റ്റ് ചെയ്ത പണം സേഫാണ്. കാരണം ഡോക്യുമെന്റ് കൈ കിട്ടി. ഓക്കെ, അതെ, നമ്മളത് വാങ്ങുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർട്ടി ആധാരം ചെയ്ത് കിട്ടുന്നു. അതുപോലെ അവിടെ ആൾ വരുന്നുണ്ടോ, അവർ താമസിക്കുന്നുണ്ടോ, അവർക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഇതൊന്നും നമ്മുടെ ജോലിയല്ല. ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് 30 ദിവസം വാടകയ്ക്ക് പോകുന്നുണ്ട്, നമുക്ക് റെന്റ് കിട്ടുന്ന മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. പക്ഷേ ലിറ്റി വേറൊരു കാര്യം, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം, ഒയ്യോ വയനാട് ആകെ സ്ഥലത്തിന് 10,000 ഉറുപ്പിക സെന്റിന്, പിന്നെ ഇത് പണിയാനായിട്ട് 35 ലക്ഷം ഉറുപ്പിക. നിങ്ങൾ മണ്ടന്മാരാണ് ഈ 95 ലക്ഷം 1 കോടി കൊടുത്ത് മേടിക്കാനായിട്ട്. വയനാട് 10,000 രൂപയ്ക്കും 2,000 രൂപയ്ക്കൊക്കെ സ്ഥലം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഇതങ്ങനെയല്ലല്ലോ. നമ്മളെപ്പോഴും എല്ലാ രീതിയിലും, കാരണം ഇപ്പം നമ്മൾ ഗ്രീൻ സോൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ 2 ബാങ്കിനെയും കൊണ്ട് ലീഗൽ എടുപ്പിച്ച് കറക്റ്റ് പട്ടയ ഭൂമിയൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിവിടെയുള്ള പ്രോസസ്സിങ്, ലീഗൽ പ്രോസസ്സിങ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുക്കുന്നത്. എല്ലാവരോടും നമ്മളിപ്പം വന്ന് വാങ്ങിക്കാൻ പോകുന്ന ആളിന് മുന്നാധാരവും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം അത് വാങ്ങിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആരെയും പറ്റിക്കാനായിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്. നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, എല്ലാവരുടെയും പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോക്കി നടത്തി അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളിപ്പം നമ്മുടെ കോട്ടേജ് കാണുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിയാണ്, ഒരു കോട്ടേജ് പണിയാൻ വലിയ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഇത്രയും കോമൺ അമ്യൂണിറ്റീസും ഇത്രയും ഹെൽത്തിന് ആനുപാതികമായ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്കൊരു എക്സ്പെൻസീവ് തന്നെയായിരിക്കും സാർ. കാരണം 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു കോട്ടേജ് ആണ് അത്. അതെ അതെ, അല്ല ഇത്രയും അറിവുണ്ടെങ്കിൽ ലിറ്റിക്ക് ഈ പണം തിരുവല്ല ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ? എന്തിനു വയനാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു? തിരുവല്ലയിൽ ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് സാർ? എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല, തിരുവല്ലയിൽ ഇപ്പൊ 1 കോടി കൊടുത്തൊരു ബിൽഡിംഗ് മേടിച്ചു, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി, എത്ര രൂപ റിട്ടേൺ കിട്ടും? കൂടി വന്നാൽ 25,000 രൂപ അല്ലെ? അതിന് പിന്നാലെ തന്നെ നിൽക്കണ്ടേ? തീർച്ചയായിട്ടും. ഇവിടെ റിട്ടേൺ എത്രയുണ്ട്? അപ്പൊ അവിടെയാണ് നമ്മൾ എന്തായി വയനാടിന്റെ ആ ടൂറിസം മേഖലയും കോമൺ അമ്യൂണിറ്റീസിന്റെ ഇതൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഈ റെന്റ് കിട്ടുന്നത് ഇവർക്ക് അറിയില്ലത് അല്ലെ. അത് ലിറ്റിക്ക് മനസ്സിലായപ്പോഴാണ് ഇത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്നെന്ന് പറഞ്ഞ ഇന്നത്തെ ലൈഫിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ദിവസമായിട്ട് താമസിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട്
ഇരിക്കാൻ പറ്റുന്ന വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള സ്ഥലങ്ങൾ അവർ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ സ്ഥലത്തിന് അവർ പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാനൊരു വയസ്സാണ്, മനുഷ്യന് ഉറക്കം എന്ന് പറയുന്നത് മനുഷ്യന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ചെയ്യുന്ന ജോലിയുടെ സ്ട്രെസ് കാരണം ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലേസ് തന്നെയാണ്. കാരണം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, ബഡ് പാക്കിങ്ങുകളിലുള്ള കോട്ടേജിൽ താമസിക്കുമ്പോൾ നമുക്ക് ഹെൽത്തിന് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതുപോലെ നീന്തി കുളിക്കാനായിട്ട് പണ്ട് കൊണ്ടേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആറുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നീന്തി കുളിച്ചവരാ. പക്ഷെ ഇന്ന് നമുക്ക് നീന്തി കുളിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപാട് വെള്ളം ഭയങ്കര മോശമായ വെള്ളമാണ് നമുക്കിപ്പോൾ, അത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത് സോഷ്യൽ മീഡിയ വളരെയധികം വളർന്നതിന്റെ ബേസിൽ നമുക്ക് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട്, നല്ല സൂം അല്ലെ, നല്ലോണം സൂം ചെയ്ത ക്യാമറ ആണ്. അപ്പോ പണ്ട് കുളിക്കുമ്പോൾ ആരെങ്കിലും 1-2 പേര് കാണുള്ളൂ, ഇപ്പോഴാണെങ്കിലോ നാട്ടുകാർ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇതിനൊന്നും ആരും പോകാറില്ല. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ പ്രൈവസിയാണ്, നമ്മുടെ കോട്ടേഴ്സ്, നമ്മുടെ റൂം, അതിനകത്ത് ബാത്റൂം, സ്വിമ്മിംഗ് പൂൾ വരും. നമുക്ക് എല്ലാ ദിവസവും വന്ന് താമസിക്കുന്നവർക്കൊന്ന് നല്ലൊരു എക്സസൈസ് ആണ് നീന്തൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അവിടെ പ്രത്യേകത. അപ്പം ഒന്ന് ശാന്തത, ഒരു മനസമാധാനമായിട്ട് ഒരു കുറച്ച് ദിവസം താമസിക്കാൻ പറ്റിയ കറക്റ്റ് ആയിട്ടൊരു പ്ലേസ് ആണ് സാർ. ഓക്കെ, നമ്മള് റെഡ്യൂസ് ഓണർ ഡിപെൻഡൻസി മാറി എവിടേക്കോ നമ്മൾ എത്തിയില്ലേ. ഓക്കെ, എന്തായാലും അടുത്തൊരു പോയിന്റിലേക്ക് എന്താണ് സാർ ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്? ക്യാഷ് ഇമ്പാക്ട് എന്തായിരുന്നു? കാരണം നമ്മൾക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം മാറി. അതായത് പ്രസന്റ് ലൈഫിൽ ഈ ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഇമ്പാക്ട് അല്ലെ എന്തൊക്കെ ലിറ്റി, അത് ഏത് തരത്തിലേക്ക് അത് ഫീൽ ചെയ്തുള്ള? കാരണം തീർച്ചയായിട്ടും സാർ, കാരണം ഒരു ആളിന്റെ ലൈഫ് സ്റ്റൈൽ മാറുക എന്ന് പറയുന്ന ആളിന്റെ അത്യാവശ്യത്തിന് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫിൽ 4 സ്റ്റേജസ് ഉണ്ടെന്ന് സാർ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് സ്ട്രഗ്ലിങ്, സ്റ്റേബിള്, സക്സസ്, സിഗ്നിഫിക്കൻസ്. ഈ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് ഭൂരിപക്ഷം ആൾക്കാരെ നമ്മൾ കാണുന്നത് അല്ലെ. ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞൊരു സ്റ്റേബിൾ ആകാന്ന് പറഞ്ഞാൽ ശരിയാണോ? സ്റ്റേബിൾ ആകുമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരു കടങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, എന്നാലും അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ലൈഫിൽ സക്സസ് ആയി. കാരണം അവർക്ക് ആഗ്രഹിക്കുന്ന എന്തും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തും. അവർക്ക് എന്ത് ചെയ്യാം. അടുത്ത സിഗ്നിഫിക്കൻസ്, ആ ഒരു ലെവലിലേക്ക് ശരിക്കും ആ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്താനായിട്ടാണ് നമ്മൾ ശരിക്കും ശ്രമിക്കേണ്ടത്. ശരിക്കും സിഗ്നിഫിക്കൻസിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മൾ സക്സസിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് ചാരിറ്റി ചെയ്യാൻ ഒരുപാട് പലരും ആഗ്രഹിക്കുന്നു. ഇപ്പം നമുക്ക് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ യൂസഫ് അലി സാറ് അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളും ആഗ്രഹിക്കുന്നില്ലേ, അവരൊക്കെ ചെയ്യുന്നുണ്ടോ? അവരിലൊക്കെ പൈസ ദൈവം എല്ലാവരും ഒരുപോലെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു, ഒരുപോലെ കഴിവുകൾ തന്നു. പക്ഷെ അവരവരുടെ കഴിവിനെ മാക്സിമം ഉപയോഗിച്ചു, അവർക്ക് കിട്ടിയ അവസരത്തെ അവർ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ചാരിറ്റി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഇപ്പം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ആ ഒരു ക്യാഷ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ നല്ലൊരു റിട്ടേൺ കിട്ടുന്ന സമയത്ത് എനിക്കും ആ ലെവലിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്ക് സമ്പന്നനാവണമെങ്കിൽ പ്രതിമാസം എല്ലാ എക്സ്പെൻസും കഴിച്ചൊരു 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ വേണം സമ്പന്നമാവാൻ അല്ലെ. എങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ കോടീശ്വരന്മാരും ആ രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇപ്പൊ നമ്മൾ ചെയ്തിരുന്ന ജോലിയൊന്നും ബിസിനസ്സൊന്നും ഇല്ല. പക്ഷെ രണ്ടാമതാണ്, നമുക്ക് അറ്റ്ലീസ്റ്റ് നല്ല രീതിയിലൊന്ന് ജീവിക്കണമെങ്കിൽ പ്രതിമാസം ഒരു 3,33,333 രൂപയെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ലിറ്റിക്ക് മനസ്സിലായത് അല്ലെ, അതിലേക്ക് അല്ല ഈ വർഷത്തിന് അതിലേക്ക് എത്തി എന്നുള്ളതാണ് ലിറ്റി. അപ്പൊ എന്താ, ഇനി ഈ ക്യാഷ് വരുമ്പോ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെ. നമുക്ക് ഇഷ്ടം പോലെ ലൈഫിലെ സ്വപ്നങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് ജീവിച്ചു പോകാം. രണ്ടാമതായിട്ട് ഇതില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവരെ സഹായിക്കാനായിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കുകയും ചെയ്യും. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു അവസരം കൂടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഗേറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ചാടിക്കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു അടുത്തൊരു പോയിന്റ്? ഇതാണ് പേ ബാക്ക് പീരീഡ് ടെസ്റ്റ്. അതായത് ഇതൊരു ലെഗസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണോ? പേ ബാക്ക് പീരീഡ് അല്ല, അതായത് നമ്മൾ പറയുന്നു ഇത് എത്ര നാൾ കിട്ടും എന്നുള്ളതാണ് പേ ബാക്ക് പീരീഡ്. ഇത് എത്ര 80 മാസമാണോ അല്ലെങ്കിൽ 10 കൊല്ലാണോ അല്ലെ? ചില ബാങ്കിൽ പറയും നിങ്ങളുടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര വർഷം കൊണ്ട് ഇരട്ടിച്ച് അങ്ങോട്ട് തരാം, കഴിഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ എന്താ, ഇതിന്റെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ് അല്ലെ. ഇതിന് ലിമിറ്റേഷൻ ഇല്ല. കാരണം ഭൂമി ഉള്ളിടത്തോളം കാലം ഇത് നിങ്ങളുടെ പേരിലുള്ളതാ. അത് ആ റിസോർട്ട് ഉള്ളിടത്തോളം കാലം അതിന്റെ വരുമാനം നിങ്ങൾക്ക് ഉള്ളതാ. ഓക്കെ, ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേ ബാക്ക് പീരീഡിന്റെ ടെസ്റ്റിലും
ലിറ്റി മറികടന്നു അല്ലേ? യെസ്, കാരണം ഇന്നിപ്പം അതിനകത്തുനിന്ന് ഇപ്പൊ എനിക്ക് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ അതിന്റെ റെന്റ് ആയിരിക്കും. കുറച്ചൊരു 12 to 15 ഇയേഴ്സിനുള്ളിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ സാർ, മനുഷ്യന്റെ കാര്യങ്ങളല്ലേ. അപ്പം അതിലെ ചുറ്റിനും 16 സാൻഡൽവുഡ് ഉണ്ട്. ഇത് എന്റെ മക്കൾക്ക് ഉപയോഗിക്കാം. അതാണ് ഒരു ലെഗസി ആയിട്ട്. അതിനുശേഷം വീണ്ടും അവർക്ക് വേണമെങ്കിൽ അത് വീണ്ടും അവിടെ സാൻഡൽവുഡ് വീണ്ടും നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കോട്ടേജിന്റെ റെന്റ് ആണെങ്കിലും അവർക്ക് അത് വേണ്ട വിധത്തിൽ അവർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയിൽ അവർക്കൊന്ന് പോയി താമസിക്കണമെന്ന് ആഗ്രഹിച്ചാൽ വേറെ അങ്ങും പോകണ്ട, ഒരു റിസോർട്ട് തേടി പോകണ്ട, സ്വന്തം റിസോർട്ടിൽ പോയി അഭിമാനത്തോടെ താമസിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് സാർ അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ കല്യാണ സമയത്ത് തോന്നുന്നു മോൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് റിസോർട്ട് ഒരെണ്ണം കൂടെ കൊടുത്തേക്കാം. അപ്പോൾ എന്താ ഗുണം? സ്വർണം കൊടുക്കണേക്കാളും അല്ലെ ഗിഫ്റ്റ് പലരും പല രീതിയിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊരെണ്ണം കൊടുത്താലോ അവർക്ക് നാളെ ലൈഫില് മോൾക്ക് അല്ലെ അഭിമാനത്തോടു കൂടി ഹസ്ബൻഡിന്റെ വീട്ടിൽ ജീവിക്കാനുള്ള ഒരു വലിയൊരു വഴി നമ്മൾ തുറന്നു കൊടുക്കണം അല്ലെ? യെസ്. അപ്പോ നമ്മള് കഴിഞ്ഞ പോയിന്റ് ഒരെണ്ണം കൂടിയുണ്ട്. എന്തായിരുന്നു? ഇമോഷണൽ ചെക്ക് ടെസ്റ്റ്. ഇമോഷണൽ അതെന്തായാലും കാരണം വെച്ചാല് നമ്മള് പറയാറുണ്ട് നമ്മൾ ഇമോഷണലി ഒരു കാര്യത്തെയും കാണാനോ അല്ലെങ്കിൽ തീരുമാനം എടുക്കാനോ പാടില്ല. കാരണം നമ്മൾ ക്ഷമയോടുകൂടി പേഷ്യൻസോട് കൂടി ഇരുന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു വരുമാനം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതിന് നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു 12 months സമയം നമുക്കിതിനു വേണ്ടി വേണം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ക്ഷമയോടുകൂടി എന്ത് കാര്യം ചെയ്യുന്നു അത് സക്സസ്സിൽ നമുക്ക് എത്തും. എന്ത് കാര്യമാണല്ലോ ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം സാറിനോടൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം അടുക്കളയിൽ ഒരു കൂട്ടാൻ വെക്കാൻ ഒരു കറി വെക്കാനായിട്ട് നമ്മൾ കയറിയാൽ പോലും വളരെ സാവകാശം വളരെ ക്ഷമയോട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് ധൃതി വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കുളമായി പോകും അല്ലെ എന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യം നമ്മൾ ബിസിനസ് ആണെങ്കിൽ ഇപ്പം ഞാനൊരു ബേക്കറായിരുന്നു, ഞാൻ ആ കേക്ക് ബേക്ക് ചെയ്യുന്നതും അതിൻ്റെ ആ ബാക്കി പ്രോസസ്സിങ്ങിന് എനിക്കൊരു ടൈമുണ്ട്. അത് കറക്റ്റായിട്ട് അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തണുക്കാൻ ഒരു ടൈമുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഒരു കോട്ടിങ്ങിൻ്റെ ഒരു ടൈമുണ്ട്, അതിനുശേഷം അത് ഫിനിഷ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ഇതിനൊക്കെ ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ക്ഷമയോടുകൂടി ചെയ്തില്ലെങ്കിൽ അവിടെ അത് സക്സസ് ആവത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ക്ഷമയാണ് വേണ്ടത്. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കും തോറും നമുക്ക് വരാൻ പോകുന്ന സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനും വലുതായിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ലൈഫിൽ ക്ഷമയുള്ളവർ, കാരണം അതാണ് നമുക്ക് ലൈഫിൽ എപ്പോഴും സക്സസ് കൊണ്ടുതരുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ അല്ലേ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ആളുകൾ കേൾക്കാം 1 വെച്ചാൽ 10 കിട്ടുമെന്ന് പറയുമ്പോൾ ആ 10നെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഭൂരിഭാഗം മലയാളികളും. പക്ഷേ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 വെച്ചാൽ 10 കിട്ടുമെന്ന് പറയുമ്പോൾ 10ലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 സേഫ് ആണോ? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത 1 സേഫ് ആക്കിക്കൊണ്ട് ഒരു ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധീര വനിത എന്ന് തന്നെ പറയാം. കാരണം ആ 9 കടമ്പകൾ ചവിട്ടി കടന്നുകൊണ്ടാണ് അവർ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ പോയിന്റുകളും കവർ ചെയ്തപ്പോൾ അവസാനം പറഞ്ഞ പോയിന്റ് ഒരിക്കലും ഇമോഷണൽ ആവരുത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമാണ്. ആ താല്പര്യത്തോടു കൂടി ക്ഷമയോടുകൂടി ബി പേഷ്യന്റ് അല്ലെ, ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് 95 വയസ്സ് വരെയുള്ള ഒരു സന്തോഷപൂർണമായിട്ടുള്ള ഒരു വലിയ ജീവിതമാണ്. ആ ജീവിതം അത് കെട്ടിപ്പടുത്ത് എല്ലാ കണ്ടീഷൻസും മറികടന്നുകൊണ്ട് സക്സസ് ആയിട്ടുള്ള ലിറ്റി അഭിലാഷ് ഇനിയും ജീവിതത്തിൽ ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഒരു സമ്പന്നതയിലേക്ക് പ്രതിമാസം 10 ലക്ഷം രൂപ എയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലിറ്റി. താങ്ക് യു സർ.